സുകുമാരൻ നായർ പറഞ്ഞ വാചകം നമ്മുടെ മുന്നിലുണ്ട്. അയ്യപ്പ കോപം ഉണ്ടാകുമോ, ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടിയാണ് നൽകിയത്. ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നാണ് പറഞ്ഞത് സുകുമാരൻ നായർ. ഓക്കെ, അതെന്നെ അത് അദ്ദേഹം ഇന്നലെ മറുപടി പറയുകയും ചെയ്തല്ലോ. അതെന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, വ്യക്തിപരമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് തന്നെ പറഞ്ഞല്ലോ. എന്റെ വ്യക്തിപരമായ ആ നിലപാടിൽ നിന്ന് മലക്കം പറഞ്ഞത് എന്തുകൊണ്ട് എന്നതറിയാനുള്ള ബാധ്യത കരയോഗത്തിലെ മറ്റംഗങ്ങൾക്കില്ലേ എന്നതാണ് ചോദ്യം. ആ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ ഈ NSSന് അല്ലെങ്കിൽ SNDPക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമുദായ സംഘടനകൾക്ക് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇല്ല. അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ. അതിലെ അംഗങ്ങൾക്ക് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കൃത്യമായി ഉണ്ട്. പക്ഷെ ആ സമുദായ സംഘടനകൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഒരു ഘട്ടത്തിലും ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. അതിന് വിപരീതമായിട്ടാണ് കഴിഞ്ഞ താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച ആ പ്രശ്നം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞത്. അതിന്റെ മറുപടി, അതിന്റെ വിശദീകരണം ഇന്നലെ അദ്ദേഹം വീണ്ടും നൽകിയത് അതെന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, NSSന്റേതല്ല. അപ്പൊ അത് ആ ഭാഗം അദ്ദേഹം ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വന്നതല്ല, 2018 നാമജപ ഘോഷയാത്രയിൽ ഉന്നയിക്കപ്പെട്ടിരുന്ന NSSന്റെ മുഖ്യ പ്രശ്നം ആചാര ലംഘനം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ്. അതേ സ്റ്റാൻഡ് NSS ഇപ്പോഴും മാറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ജനറൽ സെക്രട്ടറി പറയുന്നത് പിന്നെ മാതൃഭൂമിക്ക് കൊടുത്ത ദേവസ്വം മന്ത്രിയോട് മുഖ്യമന്ത്രി പറഞ്ഞു, എന്നെ അറിയിച്ചു ആചാര ലംഘനം നടത്തില്ല. 2018 നിലപാട് മാറ്റി. അല്ല, അതല്ല, NSS അല്ല മാറ്റിയത്. NSS അല്ല, സർക്കാർ നിലപാട് മാറ്റി എന്ന് തന്നെയാണ് അദ്ദേഹം തീർത്ത് പറഞ്ഞത്. സർക്കാർ നിലപാട് മാറ്റിയോ ജയിച്ചിട്ടുണ്ട്? സർക്കാർ അങ്ങനെ ഒരു നിലപാടിൽ നിന്ന് പിന്നാക്കം പോയോ? ഞാനത് പറയാം. ഈ ചർച്ചയിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കില്ല, അത് പറയുക. അതാണ് പറയുന്നത്. ഈ പിന്നെ 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി നൽകിയ വിധി, സുപ്രീം കോടതിയുടെ ഉത്തരവ് മറ്റൊരു വിധിയിലൂടെ മാറ്റപ്പെടാത്ത കാലത്തോളം അതാണല്ലോ റൂൾ ഓഫ് ലോ ഈ കാര്യത്തിൽ, ശബരിമലയുടെ വിഷയത്തിൽ. എന്ന് പറഞ്ഞാൽ 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക്, യുവതികൾക്ക് അവിടെ പ്രവേശിക്കാം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. അതാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡിംഗ് ഓർഡറായിട്ട് നിൽക്കുന്നത്. പക്ഷേ ജനറൽ സെക്രട്ടറി ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ LDF സർക്കാർ അങ്ങനെ ആരെങ്കിലും അവിടെ പ്രവേശിപ്പിക്കാൻ ഇതുവരെ അവർ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പ്രവേശിപ്പിക്കാതിരിക്കുകയും ഒപ്പം ശബരിമലയുടെ വികസനത്തിന് തുടക്കമിടുകയും ചെയ്യുന്ന നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രവിശ്വാസവും ക്ഷേത്രങ്ങളും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരും അതിനെ പിന്തുണയ്ക്കും എന്നും അദ്ദേഹം മാതൃഭൂമിയുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഇക്കാര്യം വസ്തുതയല്ലേ. അത് ഗവൺമെന്റ് അവിടെ ആരെയും പ്രവേശിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടേ ഇല്ല, അങ്ങനെ താല്പര്യവും കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സുപ്രീം കോടതി തീർച്ചയായിട്ടും നിശ്ചയമായും അത് പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല 2019 മുഖ്യമന്ത്രി പറയുന്നുണ്ട്, പരസ്യമായി പറയുന്നുണ്ട്. അവിടെ ഒരു നിലപാട് മാറ്റം ഉണ്ടായി. ശരി, അങ്ങ് തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ അവിടെ ഒരു നിലപാട് മാറ്റം ഉണ്ടായി എന്ന് അങ്ങ് തന്നെ സമ്മതിക്കുന്നു. 2, ഇപ്പോൾ അമൃതാനന്ദമയിയുടെ അടുത്ത് പോയി ചുംബിച്ചുകൊണ്ട്, ഒരു അമ്മ എന്ന വാത്സല്യത്തോടെ ചുംബിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി നൽകുന്ന സന്ദേശം എന്താണ്? ഇതല്ല ആയിരുന്നില്ലല്ലോ 2016 ഇടതുപക്ഷത്തിന്റെ നിലപാട്. ഇതിന്റെ അകത്തെ ഇത്തരം എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ ഇതൊക്കെ ഇടതുപക്ഷത്തിന്റെ ഐഡിയോളജിയുമായി കൂട്ടിക്കെട്ടുന്ന അതൊരു തരം വക്രീകരണമാണെന്ന് പറയാതെ നിവൃത്തിയില്ല. ഈ പ്രശ്നം കൂട്ടിക്കെട്ടാൻ പറ്റൂ? സജി ചെറിയാൻ ഇടത് ഐഡിയോളജിയല്ലേ ഉള്ളത്? ഐഡിയോളജിയിലാണോ ഈ പിന്നെ പാർലമെന്ററി ഡെമോക്രസി ഭരണവ്യവസ്ഥയെ സ്വീകരിച്ച രാഷ്ട്രമാണ് ഇന്ത്യ. അതിൽ ഭരണഘടനയാണ് പ്രമാണം. അതെല്ലാവരും അംഗീകരിക്കുന്നതാണല്ലോ. ഇടതുകക്ഷികളും രാഹുൽ ഗാന്ധിയും ഒക്കെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ പിന്നെ ഇടതുപക്ഷമൊന്നും പറയേണ്ട കാര്യമില്ല. അത് ഒരു പക്ഷം, അപ്പുറത്തേത് പക്ഷം A പക്ഷം B എന്ന് പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അല്ല, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി വേണമല്ലോ. അല്ല, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണമല്ലോ. അതുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് പറയാന്ന് വെച്ചാൽ അതിനുവേണ്ടി ന്യായത്തിന് വേണ്ടി പറയാനുള്ളതല്ല. അമൃതാനന്ദമയി പിന്നെ സജി ചെറിയാൻ ചുംബിച്ച വിഷയം അതാണ് ഞാൻ പറയുന്നത്. ആരാധ്യയായ അമൃതാനന്ദമയി ജനങ്ങളോട് അല്ലെങ്കിൽ അവരാരെ അഭിവാദ്യം ചെയ്താലും അഭിവാദ്യം ചെയ്യുന്നത് ഒന്നുകിൽ ആലിംഗനം ചെയ്താണ് അല്ലെങ്കിൽ ഉമ്മ വെച്ചാണ്.
അത് ഒരു ഇന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എക്കാലവും അവരുടെ ഒരു ശൈലി, രീതി അങ്ങനെ തന്നെയായിരുന്നു. അതിന്റെ അതേ നിലവാരത്തിലുള്ള നിലയിലുള്ള ഒരു പ്രത്യഭിവാദ്യമാണ് സജി ചെറിയാൻ ഇന്ന് നടത്തിയത്. അത് നടത്തുക മാത്രമല്ല, സജി ഇത് പറയുന്നുണ്ട്, ഞാൻ എന്റെ അമ്മയെ പോലെ കണ്ട് ഞാൻ തിരിച്ച് ഉമ്മ വെച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോ എന്താണോ മാതാ അമൃതാനന്ദമയി അവരുടെ ഈ അഭിവാദ്യ രീതി നാളിതുവരെ ചെയ്തുകൊണ്ടിരുന്നത്, അതേപോലെ തന്നെ പ്രത്യഭിവാദ്യം വേറൊരു രൂപത്തിൽ അദ്ദേഹത്തിന് അമ്മ എന്നുള്ള ആ വാത്സല്യാതിരകത്തോടുകൂടി സജി ചെറിയാൻ ചെയ്തു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. എനിക്ക് അതിനോടാണ് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും ഞാൻ അതാണ് കാണുന്നത്. അമൃതാനന്ദമയുമായി ബന്ധപ്പെട്ട 2016 നിലപാടുകളൊക്കെ മറന്നുകൊണ്ടായിരിക്കുമല്ലോ ഈ വാത്സല്യം ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെയല്ലല്ലോ. അപ്പം അമൃതാനന്ദമയി മഠത്തിനെതിരെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ബേസ്ഡ് അല്ലേ സാർ ഈ ഇത്തരം കാര്യങ്ങളെല്ലാം വരുന്നത്? താങ്കൾ ആ ഇന്റർവ്യൂ ആണ്, അല്ലെങ്കിൽ വിദേശത്ത് പോയി എടുത്ത ഇന്റർവ്യൂ ആണ് ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നുണ്ടാവുക എന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഞാനത് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചില്ല, അങ്ങനെയാണ് ഞാൻ കരുതിയിട്ട് പറയുകയാണ്. ഇഷ്യൂ ബേസ്ഡ് ആണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് അതേ നിലപാടിൽ തന്നെ പിന്നെ എക്കാലവും തുടർന്നു കൊള്ളണം എന്ന് ആർക്കാണ് ശാഠ്യം പിടിക്കാൻ പറ്റുക? പിണറായി വിജയൻ വരുന്നത് കൂടി കാണേണ്ടി വരുമോ എന്നുള്ളതാണ് വി.ഡി. സതീശൻ ചോദിച്ചത്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ ജയചന്ദ്രൻ, ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺകുമാർ.